ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാന്റുമായിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ നാടനും ഹൈബ്രിഡും എല്ലാം ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഹൈബ്രിഡിനകത്ത് ഇത് നല്ല സുഗന്ധം ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവും, പക്ഷേ സ്മെല്ല് കുറവായിരിക്കും. പൊതുവെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ നാടനായിട്ടുള്ള ചെടിയുടെ കുറച്ച് തൈകളാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സുഗന്ധമാണ് കേട്ടോ. നല്ല മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു സുഗന്ധം മാറി നിൽക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2-3 കളറുകളിലാണ് അതിൻ്റെ പൂക്കൾ. അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. ആദ്യം വിരിയുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ടും, പിന്നെ അത് അടുത്ത ദിവസത്തേക്ക് കളറൊന്ന് മങ്ങുകയും, 3-ാമത്തെ ദിവസത്തേക്ക് അത് വെള്ള കളറിൽ ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പൂക്കൾ ഒന്ന് കൊഴിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ എണ്ണത്തിൽ പൂക്കൾ പുതിയത് വരുന്നു. ഒരുപാട് കെയറൊന്നും ആവശ്യമില്ല. നല്ലൊരു നാട്ടു ചെടി കൂടിയാണ് കേട്ടോ ഈ ഒരു ചെടി. അതുപോലെ നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും സാധാരണ രീതിയിലുള്ള വളങ്ങൾ കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. ഏത് കാലാവസ്ഥയും ഈ ചെടിക്ക് ഇണങ്ങും എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നിറയെ പൂക്കളുണ്ടാവും എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. നല്ല സുഗന്ധമാണ് കേട്ടോ അതിന്. പിന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പുതിയ തൈകൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ കുറേ എണ്ണത്തിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഇതേ കുറച്ചെണ്ണത്തിൽ മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെടി 80 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. പിന്നെ നമ്മുടെ കയ്യിൽ 2 കളേഴ്സ് ഹൈബ്രിഡ് ബോഗൺവില്ല ഉണ്ട്. 100 രൂപ വെച്ചിട്ടാണ് തൈക്ക് വരുന്നത്. അതുപോലെ ആന്തൂറിയത്തിൻ്റെ ഒരു കോംബോയും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെടികൾ കൊറിയർ ചാർജാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഒരു ചെടിയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, കൊറിയർ ചാർജ് നമ്മളോട് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ചെടിയൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കാൻ മറ്റ് ചെടികളൊക്കെ ഒരുപാട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഏതാണോ എന്ന് വെച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇടാം കേട്ടോ. അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ പൂ പിടിച്ച് നിൽക്കുന്ന അഡീനിയം ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോട്ടോ ഇട്ട് തരുന്ന സമയത്ത് അതിനകത്ത് ഫ്ലവർ ഉണ്ടായിരിക്കും. നിങ്ങൾ 2-3-4 ദിവസം ഇരുന്ന് ആലോചിച്ച് വന്ന് തീരുമാനം പറയുമ്പോഴേക്കും ചിലപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ചെടികൾ ആവശ്യമുള്ളവരെ പെട്ടെന്നൊന്ന് വാട്സപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.